3 വർഷമായി ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഒരു പുഴയെ സംരക്ഷിച്ച് നീരൊഴുക്ക് തെളിച്ചെടുക്കുകയാണ് കോട്ടയം ചെമ്പു സ്വദേശി അനിൽകുമാർ. പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പുല്ലാന്തിയാറിലെ തടസ്സങ്ങൾ നീക്കി സ്വാഭാവിക നീരൊഴുക്ക് ശക്തിപ്പെടുത്തിയും സഞ്ചാരയോഗ്യമാക്കിയുമാണ് അനിൽകുമാറിന്റെ പ്രവർത്തനങ്ങൾ. വീട്ടുകാരും നാട്ടുകാരും ചോദിച്ചു, നിനക്ക് മാത്രമേ ഇങ്ങനെ ഒരു സേവനമുള്ളൂ എന്ന് പലരും എന്നോട് ചോദിച്ചതാണ്. പ്രാന്താന്ന് പറഞ്ഞു. നിനക്ക് പ്രാന്താന്ന് പറഞ്ഞാൽ കാരണം തോടുകൾ തൊഴിലുറപ്പുകാർ മുഴുവൻ ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കണില്ല. അപ്പോൾ ഈ ഇത്രയും വലിയ പുഴ നീ എങ്ങനെ ക്ലീൻ ചെയ്യാനാണ്? അപ്പോൾ നിന്നെ ഡോക്ടറെ കൊണ്ടേ കാണിക്കാമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അല്ല, നിനക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കുഴപ്പം ഇത് ക്ലിയർ ആകുമ്പോൾ നിങ്ങൾക്ക് ആ കുഴപ്പമില്ലാന്ന് പിടികിട്ടുമെന്ന്. അങ്ങനെ പറഞ്ഞ് ഞാനങ്ങ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിലൊരു പ്രചോദനം എന്ന് പറയാനായിട്ട് പ്രധാനമന്ത്രി ഒരു ദിവസത്തെ സേവനം രാഷ്ട്രത്തിന് സമർപ്പിക്കാനായിട്ട് പറയുകയും പ്രധാനമന്ത്രി ചൂലെടുത്ത് വൃത്തിയാക്കുന്നൊരു ഭാഗം കാണാനിടയായി. അപ്പോൾ അതൊരു നല്ല ആശയമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ദിവസത്തെ സേവനം കുറേ ആളുകൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ജലാശയങ്ങൾ മുഴുവൻ ശുദ്ധിയാക്കാനുള്ളൊരു കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. അതാണ് ഇത്രയും പ്രചോദനം വരാനുള്ള കാര്യം. വർഷങ്ങളായി പുല്ലാന്തിയാർ നീരൊഴുക്ക് തടസ്സപ്പെട്ട് സഞ്ചാരയോഗ്യമല്ലാതായതോടെ പഞ്ചായത്തിനെ സമീപിച്ച് പുഴ തെളിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ ഫണ്ടില്ല എന്ന പതിവ് ന്യായം പറഞ്ഞ് അധികൃതർ കൈയൊഴിഞ്ഞു. അധികൃതരുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ തലകുനിക്കാതെ തന്നാൽ കഴിയുന്ന രീതിയിൽ പുഴ തെളിക്കാൻ അനിൽകുമാർ തീരുമാനിച്ചു. അങ്ങനെയാണ് 3 വർഷമായി അനിൽകുമാർ പുല്ലാന്തിയാറിൻ്റെ രക്ഷകനായത്.